നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു പുതിയ വീഡിയോയാണ്. ഉണ്ണിക്കുട്ടൻ്റെ ലോകം. നന്ദനാർ എഴുതിയ ഒരു കൃതിയാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം. എൻ്റെ അമ്മയാണ് എനിക്കിത് വായിച്ചു തന്നത്. എനിക്കിത് വളരെ ഇഷ്ടമായി. ഈ കൃതി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു എൻ്റെ രീതിയായിരിക്കും. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് വൈഗൻ വ്ലോഗ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ഷെയർ. ലെറ്റ്സ് ഗോ ദ വീഡിയോ. ഉണ്ണിക്കുട്ടൻ്റെ ലോകം. ഉണ്ണിക്കുട്ടൻ്റെ ലോകം തുടങ്ങുന്നത് ഉണ്ണിക്കുട്ടൻ്റെ സ്വപ്നത്തിലൂടെയാണ്. അവൻ കണ്ട ആ സ്വപ്നം അവൻ്റെ കൊച്ചു ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയാണ്. കട്ടിയുള്ള ഇളം നീല തുണി കൊണ്ടുണ്ടാക്കിയ കൂടാരം. അതിലേക്ക് പോകാനുള്ള മെയിൻ റോട്ടിൽ വാഴപ്പഴങ്ങളും വർണ്ണക്കടലാസും കൊണ്ട് കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് 5-6 വയസ്സായ കുട്ടികളുണ്ട്. അവർ രക്ഷിതാക്കളില്ലാതെയാണ് ആ കൂടാരത്തിനകത്തേക്ക് വന്നിരിക്കുന്നത്. ആ കൂടാരത്തിനകത്ത് 2 കടകളുണ്ട്. ഒന്ന് ഒരു സോഡാ സർബത്ത് കടയും ഒന്ന് ഒരു കടലക്കച്ചവടക്കടയും. സോഡാ സർബത്ത് കടയിൽ ഒരു വയസ്സനായ വൃദ്ധനാണ്. അയാൾ ധരിച്ചിരിക്കുന്നത് ഒരു ചുവന്ന കാലുകളും പച്ച കുപ്പായവും പിന്നെ ഒരു പാളൻ തൊപ്പിയും. പിന്നെ അയാളുടെ താടി നെഞ്ചോളം നീണ്ടുകിടക്കുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാടി ബലൂണുകൾ പൊട്ടിക്കുകയും പിന്നെ അത് ഊതി വീർപ്പിക്കുകയും ചെയ്യും. അത് കാണാൻ ബഹുരസമാണ്. പിന്നെ അയാൾ ആ സോഡ പൊട്ടിക്കും. പക്ഷെ അത് അയാൾക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഗോലി അയാൾക്ക് പൊട്ടിക്കാൻ നന്നേ വയ്യ. പിന്നെ ആ കടലക്കച്ചവടക്കാരി 2 കൈയിലും പച്ച കുത്തിയിട്ടുണ്ട്. ഒന്ന് കുഞ്ഞിരാമനും ഒന്ന് തത്തമ്മയും. ആ കച്ചവടക്കാരി എന്തു വേഗത്തിലാണെന്നോ കടലകൾ വാരി വർണ്ണക്കടലാസിലാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത്. എനിക്കും കിട്ടി. ഞാനത് പോക്കറ്റിലിട്ടു. പിന്നെ ആ വയസ്സനായ വൃദ്ധൻ തന്ന 2 ബലൂണുകളും കയ്യിൽ പിടിച്ച് ഞാൻ ഓടി. എന്താണെന്നറിയില്ല, ഒരു കാല് തട്ടി ഞാൻ വീണു. കടലകളെല്ലാം ചിതറിപ്പോയി. പിന്നെ ബലൂണുകളും പൊട്ടിപ്പോയി. പിന്നെ ഉണ്ണിക്കുട്ടൻ ഉറക്കമെണീറ്റു. ഉണ്ണിക്കുട്ടൻ ചുറ്റുപാടും നോക്കി. ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു, ഇത് കണ്ടിട്ട് ആർക്കാണ് വ്യസനം തോന്നാതിരിക്കുക. ഇത്രയേ ഉള്ളൂ എന്നത്തെ വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത പാർട്ടായിട്ട് ഞാൻ വരും. അതുവരെ don't forget to subscribe, like and share. Bye bye.